ഹായ് ഓൾ, നമുക്കിന്ന് ഹോമോലോഗസ് ക്രോമസോമിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ 9th-ലും 10th-ലും +1-ലും +2-ലും ഒക്കെ നമ്മൾ ജെനറ്റിക്സ് പഠിക്കുന്ന സമയത്തിൽ വളരെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെഫറിംഗ് ടേം ആണ് ആക്ച്വലി എന്ത് ഹോമോലോഗസ് ക്രോമസോം. നമുക്കിപ്പോൾ ക്രോമസോമിന്റെ ഒക്കെ ഉള്ള ഒരു ബേസിക് ഐഡിയ ഒക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻസിന്റെ ക്രോമസോം നമ്പർ ഞാൻ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. നമുക്ക് ജനറലി നമുക്ക് എത്ര ക്രോമസോംസ് ഉണ്ട്? നമുക്ക് 46 ക്രോമസോം ആണുള്ളത്, അല്ലെങ്കിൽ 23 പെയർ ഓഫ് ക്രോമസോം ആണുള്ളത് എന്ന് ഞാനിപ്പോൾ എടുക്കുന്നതിൽ ഞാനിപ്പോൾ ക്രോമസോം നമ്പർ 1ഉം ക്രോമസോം നമ്പർ 2 ഞാനിപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോമസോം നമ്പർ 1 എടുക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് എന്തുണ്ടാവും, ഒരു പെയർ ഓഫ് ക്രോമസോം നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് എത്ര ക്രോമസോം ഉണ്ട്? നമുക്ക് ആക്ച്വലി 23 പെയർ ഓഫ് ക്രോമസോം ഉണ്ടെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഞാനിപ്പോ ആദ്യമേ ഞാൻ പറഞ്ഞു എന്താണ്, ഒരു റെഫറിംഗ് ടേം ആണ് ആക്ച്വലി എന്ത് ഹോമോലോഗസ് ക്രോമസോം എന്നുള്ളത്. അപ്പൊ എങ്ങനെ നമുക്ക് റെഫർ ചെയ്യാൻ യൂസ് ചെയ്യാം? ഞാനിപ്പം ക്രോമസോം നമ്പർ 1 എടുക്കുമ്പോൾ 2 ക്രോമസോം നമ്പർ 1നെ ഞാൻ എടുത്താൽ അവർ രണ്ടുപേരും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹോമോലോഗസ് ക്രോമസോം. അപ്പൊ ഹോമോലോഗസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു നോൺ ഹോമോലോഗസ് ഉണ്ടാവില്ല. അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ്. ഹെറ്ററോലോഗസ് എന്ന് പറയാൻ പറ്റില്ല. ഹോമോലോഗസ് ഉണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോൺ ഹോമോലോഗസ് ഉണ്ട്. അങ്ങനത്തെ ഒരു റെഫറിംഗ് കണ്ടീഷൻ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്രോമസോം നമ്പർ 1ൽ നിന്നും ഒരാൾ എടുത്തിട്ട് ക്രോമസോം നമ്പർ 2ൽ ഒരാളെ ഞാൻ എടുത്ത് കമ്പയർ ചെയ്താൽ അവർ രണ്ടുപേരും എന്താണ്, നോൺ ഹോമോലോഗസ് ക്രോമസോം. അതിന്റെ പേരെന്താ, ഹോമോലോഗസ് അല്ലെ. എന്തുകൊണ്ടാണ് ഹോമോലോഗസ്? ഹോമോ മീൻസ് സെയിം. അങ്ങനെയാണ് ആക്ച്വലി എന്ത് വരുന്നത്, ആ ഒരു സെയിം കണ്ടീഷൻ, രണ്ടും ഒരേ നമ്പറിന്റെ താഴെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ ഒരേ സംഭവം, അതായത് ക്രോമസോം നമ്പർ 1ൽ തന്നെ എന്തുകൊണ്ട് 2 എണ്ണം? ഇതിന്റെ ആക്ച്വലി മീനിങ് എന്താ, ഇത് നമ്മുടെ ഒരെണ്ണം വിൽ ബി ഫ്രം ഇൻഹെറിറ്റഡ് ഫ്രം അവർ ഫാദർ ആൻഡ് അനദർ വൺ വിൽ ബി ഇൻഹെറിറ്റഡ് ഫ്രം അവർ മദർ. ആക്ച്വലി നമ്മൾ മറ്റേ ക്രോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം പെയർ ആയിട്ട് എഴുതുക അല്ലെ, ക്യാപിറ്റൽ 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 സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി ഇങ്ങനെ എടുക്കുക അല്ലെ. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഫ്രം അതേ ക്രോമസോം നമ്പർ 1 അല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പൊ ഞാൻ ക്രോമസോം നമ്പർ 1 എടുത്ത് ഈ പറയുന്ന ടി ഇതൊക്കെ വരണം എന്നല്ല, ഇതേപോലെ ഏതെങ്കിലും ഒരു ജീൻ എന്ത് ചെയ്യുന്നുണ്ടാവും, കിടക്കുന്നുണ്ടാവും. ഇതിനകത്ത് നമ്മുടെ ഫാദറിന്റെ അടുത്ത് നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഒരു സൈഡിൽ വരുന്നത്, അതിന്റെ അപ്പുറ സൈഡ് അടുത്ത. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പൊ ക്രോമസോം നമ്പർ 1ൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് പറയുന്നു അത് തന്നെ 2 ക്രോമസോമിലും പറയും. പക്ഷെ അവിടെ എന്താ ഡിഫറൻസ് വരിക, ട്രൈറ്റ് ഡിഫറെന്റ് ആയിരിക്കും. അതിനകത്ത് കാണുന്ന ഇപ്പൊ ഞാൻ ഇപ്പൊ ക്യാരക്ടർ ഇപ്പം ഹൈറ്റ് എടുത്താൽ ചിലപ്പോൾ ഒരു സൈഡ് പറയുന്നത് ടോളെന്നും അടുത്ത സൈഡ് പറയുന്നത് എന്തായിരിക്കും, ഡ്വാർഫ് എന്നായിരിക്കും. ചിലപ്പോൾ സെയിം പറയാം, ചിലപ്പോൾ ഡിഫറെന്റ് പറയാം. അത് ഡോമിനന്റ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും, പുറത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് 2 ക്യാപിറ്റൽ സ്മോൾ ടി വന്നാൽ അവിടെ ഡോമിനന്റ് ആയിട്ടുള്ള ടോൾ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കാണിക്കുന്നുണ്ടാവുക. സോ ഇതാണ് ബേസിക്കലി എന്ത് ഹോമോലോഗസ് ക്രോമസോമിന്റെ കോൺസെപ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്ത ഇതേപോലെ എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. മറക്കാതെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഇറ്റ്സ് മീ രഗൻ സൈനിങ് ഓഫ് ആൻഡ് യു ആർ വാച്ചിങ് റീച്ച് ലേണിംഗ് ആഡ്സ്. ബൈ ബൈ.